ഇന്ന് ചെയ്യുന്നത് ഒരു കളറിംഗ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു പെൻസിൽ സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫേസിൻ്റെ. അതിൻ്റെ ഒരു കളറിംഗ് ആണ് ചെയ്യുന്നത് ഇന്ന്. ലൈറ്റ് ഷെയ്ഡിൽ കഴിഞ്ഞ ഒന്നിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫേസിൻ്റെ. അതിന് നമ്മൾ ഫേസിൽ മെയിനായിട്ട് 2 കളർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫേസിന് കൊടുക്കുന്നത്. ചെറുതായിട്ടൊരു റെഡും കൂടി ചേർക്കും, യെല്ലോയും പിന്നെ ഓറഞ്ച് കളറും, വെർമില്യൺ ഹ്യൂ അല്ലെങ്കിൽ മറ്റേ യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചെറിയൊരു ഷെയ്ഡിലാണ് കൊടുക്കുന്നത്. പിന്നെ അത് ഡാർക്കൻ ചെയ്യാൻ നമ്മൾ കുറച്ച് റെഡ് അല്ലെങ്കിൽ ക്രിംസൺ ലേക്ക് എന്ന് പറയുന്ന ആ ഒരു കളറും കൂടി കുറച്ചൊന്ന് ചേർത്തിട്ട് ഫേസിന് നമ്മൾ കുറച്ചൊന്ന് ഡാർക്കാക്കിയിട്ട് കൊടുക്കും. പിന്നെ ഹെയറിനും നമ്മൾ പൊതുവേ ബ്ലാക്ക് എടുക്കാറില്ല. വാട്ടർ കളർ ചെയ്യുമ്പോൾ നമ്മൾ ബ്ലാക്കും വൈറ്റും അങ്ങനെ മെയിനായിട്ട് ഉപയോഗിക്കാറില്ല. നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹെയറിനാണെങ്കിൽ നമ്മൾ ഒരു ലൈറ്റ് പർപ്പിൾ ആദ്യം നമുക്കൊന്ന് പുറത്തേക്ക് കൂടി ചെയ്യേണ്ടിക്ക് നമുക്ക് ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ എന്ന് പറയും. പ്രഷ്യൻ ബ്ലൂവും പിന്നെ റെഡും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു മുന്തിരിൻ്റെ ഒക്കെ ഒരു കളർ കിട്ടും നമുക്ക്, ലൈറ്റ് പർപ്പിൾ. അത് ആദ്യം ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഷെയ്ഡ് ചെയ്തിട്ട് അതിന് ഡാർക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി ആ പ്രഷ്യൻ ബ്ലൂ കുറച്ചധികം എടുത്തിട്ട് പിന്നെ ബ്രൗണും കൂടി മിക്സ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി അത് ഡാർക്കായിട്ട് കിട്ടും. അങ്ങനെയാണ് കുറച്ചും കൂടി ആ മുടിക്ക് നമ്മൾ ഡാർക്ക് വേണ്ട സ്ഥലത്ത് നമ്മൾ ലാസ്റ്റിലോട്ടാകുമ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം ലാസ്റ്റിലോട്ട് നമ്മൾ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ആ ഒരു ഹെയറിന് തിക്കായിട്ട് കാണാം. പിന്നെ അതിന് ശേഷം നമുക്ക് ഐബ്രോയും ഐയും ചെയ്യാം. ഇത് ഒരു ഷെയ്ഡ് ചെയ്ത ശേഷം അത് ഉണങ്ങിയ ശേഷം നമ്മൾ അടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആവുന്നതിനനുസരിച്ച് ആ ഒരു വൃത്തി കിട്ടൂല. അപ്പോൾ ഒരു കളറ് ഉണങ്ങി ഇപ്പോൾ ഫേസിൻ്റെ ഒരു ഭാഗം ചെയ്ത് അടുത്ത ഹെയർ ചെയ്യുക, അങ്ങനെയൊക്കെ. പിന്നെ ഐബ്രോയും ഐയും അത് നമ്മൾ ബ്രൗൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ബ്രൗണും പിന്നെ ആ ബ്ലൂ കളറും കൂടി ചേർത്താൽ അതിന് കുറച്ചും കൂടി ഡാർക്കാവും. ഫസ്റ്റ് നമ്മൾ ഒരു ലൈറ്റ് ഷെയ്ഡിൽ കൊടുക്കുക, പിന്നെ അത് ഉണങ്ങുമ്പോഴത്തേന് കുറച്ചും കൂടി ഡാർക്കാക്കിയിട്ട് കൊടുക്കുക. പിന്നെ ലിപ്പിനും അങ്ങനെ തന്നെ ഫസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്താൽ മതി. പിന്നെ അത് ഉണങ്ങി വരുമ്പോൾ ലാസ്റ്റോട്ട് കുറച്ച് ലിപ്പിൻ്റെ താഴെയൊക്കെ നമുക്ക് ഡാർക്ക് ചെയ്ത് ആ റെഡിനെ കൊണ്ട് തന്നെ റെഡ് കുറച്ച് ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ കണ്ണിൻ്റെ ആ ഉള്ളിലത്തെ ഭാഗം ചെയ്യുന്നത്. നമ്മൾ ബ്ലൂ അല്ലെങ്കിൽ ബ്രൗൺ അങ്ങനെ എടുത്ത് ചെയ്യാം. പിന്നെ ഇത് ഓരോന്നും ഏതാണ് ഉണങ്ങി വരുന്നതിനനുസരിച്ച് നമ്മൾ ആദ്യം ചെയ്ത പെയിൻ്റൊക്കെ ഉണങ്ങി വരുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂടി അത് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഹെയറാണ് ആദ്യം കുറച്ചും കൂടി വൃത്തിക്ക് ഉണങ്ങിയതെങ്കിൽ അവിടെ ഹെയർ നമ്മൾ കുറച്ചും കൂടി ഡാർക്ക് ചെയ്ത് ഓരോ ഇതായിട്ട് നമുക്ക് കുറച്ചടിച്ചു കൊടുക്കാം. പിന്നെ ഐബ്രോ നമ്മൾ ബ്ലാക്ക് എടുക്കുന്നില്ല, ബ്ലാക്കിന് പകരം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ നോസിൻ്റെ ടിപ്പിലും അങ്ങനെയൊക്കെ കുറച്ചൊന്ന് ഡാർക്കാക്കി കൊടുത്താൽ ഒരു വൃത്തി ഉണ്ടാവും. പിന്നെ ഫേസിനും അതുപോലെ തന്നെ ലാസ്റ്റ് ഉണങ്ങിയ ശേഷം കുറച്ചൊന്ന് ഡാർക്കൻ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം. ഫേസിൽ ഒരുപാട് അടിച്ചാലും അത് ഒരു ഭംഗി കിട്ടൂല. പിന്നെ ലാസ്റ്റോട്ട് ചെയ്ത ഭാഗം എടുത്ത് കാണിക്കും. പിന്നെ ഡ്രസ്സും അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡിലും അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാം. ഇതൊരു ജസ്റ്റ് ഒരു ഓറഞ്ച് കളറിലാണ് കൊടുത്തത് ഡ്രസ്സ്. പിന്നെ ലാസ്റ്റ് നമുക്ക് ചെയ്യാൻ ഐബ്രോ അതുപോലെ ഇങ്ങനെ ഇത് ലാസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഒന്നും കൂടി ഒരു തിക്കൻ ചെയ്ത് കൊടുത്താൽ അതൊരു ഭംഗി കിട്ടും. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വരുന്നത്. പറ്റും പോലെ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.